മെട്രോന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാര്യമാരുടെ റോളിനെ കുറിച്ച് ആണ് പറഞ്ഞത്, അവരുടെ കടമയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്യൂട്ടബിൾ പാർട്ട്ണർ എന്ന് പറഞ്ഞു. ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവിനെ സ്നേഹിക്കണം, അവരുടെ നേതൃത്വത്തിന് കീഴടങ്ങണം. 5 കാര്യങ്ങളാണ് പറഞ്ഞത്. 6ാമത്തെ കാര്യം ഇന്ന് നമ്മൾ പറയുന്നത് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. പുരുഷൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത് ഭാര്യയ്ക്കാണ്. വലിയൊരു കാര്യമാണ്. പുരുഷൻ്റെ ലൈഫിനെ മുഴുവൻ ചേഞ്ച് ചെയ്യാൻ ഭാര്യയ്ക്ക് കഴിയും എന്നുള്ളത്. 1 പത്രോസ് 3-ാം അധ്യായത്തിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കും. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും. ഇങ്ങനെയാണല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ കീഴടങ്ങിയിരിക്കുന്നു. ഇവിടെ കാണുന്നൊരു കാര്യം, ഒരു പുരുഷനെ ചേഞ്ച് ചെയ്യുന്ന ഉത്തരവാദിത്വം സ്ത്രീക്കാണുള്ളത്. എങ്ങനെയാണ്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ്, മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. വചനം കൂടാതെ എത്ര കുഴപ്പമുള്ള ഭർത്താവിനെയും നേരെയാക്കാൻ പറ്റുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവർ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം നിങ്ങളുടെ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, ഇത്ര ഇതിൽ കൂടുതൽ എന്താണ്? സാധാരണ ഐ എം സ്പീക്കിംഗ് ടു ക്രിസ്ത്യൻ ഫാമിലീസിനോട് ഞാൻ സംസാരിക്കുന്നു. ഓരോ കുടുംബവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച് ആക്കിയിരിക്കുന്ന യൂണിറ്റുകളാണ്. നമ്മൾ മറന്നു പോകരുത്. അതായത് ആ ദൈവത്തിൻ്റെ പർട്ടിക്കുലർ പർപ്പസിലാണ് നിങ്ങളുടെ കുടുംബവും എൻ്റെ കുടുംബവും ഒക്കെ ഈ ലോകത്തിലായിരിക്കുന്നത്. അത് അങ്ങനെ ഇരിക്കുമ്പോഴേ ആരെങ്കിലും വചനത്തിന് വിരുദ്ധമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ ഹിതം ദൈവത്തിൻ്റെ വചനത്തിലാണോ ഉള്ളത്, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഭർത്താവ് അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ഏതോ രീതിയിൽ വചനം ഇല്ലാതെ പോയതുകൊണ്ടാണ് ഓഫീസിൽ പോയപ്പോൾ അവരുടെ കമ്പനി കൂടി മദ്യപാനത്തിലായി. മദ്യപാനത്തിൽ ആയി കഴിയുമ്പോൾ ആദ്യമൊക്കെ രഹസ്യത്തിലായിരിക്കാം, പിന്നെ അതങ്ങ് കൂടി അത് പരസ്യമായി തീർന്നപ്പോഴേ ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വിശുദ്ധ സംസർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവനെ അവർ ചെയ്യാൻ പറ്റത്തില്ല, ശുശ്രൂഷനാക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ അവരെ ദൈവവചനത്തിൽ പറയുന്നുണ്ടല്ലോ അത് ചെയ്യാൻ പാടില്ലെന്ന്. അതായത് ദൈവവചനം അനുസരിക്കാത്ത പക്ഷം നിങ്ങൾ അവനുമായിട്ട് എന്ന് വെച്ചാൽ ഭർത്താവുമായിട്ട് നിങ്ങളുടെ നടപ്പ് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി റെഗുലറായിട്ട് പ്രാർത്ഥിക്കുകയും അവരെ അത് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്താൽ അതിൽ നിന്ന് തിരിച്ചു വരും എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഞാനല്ല പറഞ്ഞ്, ദൈവത്തിൻ്റെ വചനത്തിലാണ് പറയുന്നത്. ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരാനിടയാവും. അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ഭവനത്തെ പണിയുന്ന കാര്യം പറഞ്ഞ, ഏതെങ്കിലും ഭവനം നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു നെഗറ്റീവ് ചിന്തയല്ല പറയുന്നത്, ഭർത്താക്കന്മാരെയൊക്കെ ഉത്തരവാദിത്വം ഭാര്യമാർക്കാണ് ഭവനം നശിച്ചു പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരാണ് കൂടുതൽ സമയം കുഞ്ഞുങ്ങളോടും സോഷ്യലായിട്ടും അല്ലെങ്കിൽ സ്നേഹത്തോടും ഒക്കെ ഇടപെടുന്നത്. നിങ്ങൾക്ക് അതിനെതിരായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ആ കമൻറ്റ് ബോക്സിലിടാമല്ലോ. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലിടുക. അല്ല, ഭർത്താക്കന്മാരാണ് കുടുംബത്തെ നോക്കി നടത്തേണ്ടത്, അതുകൊണ്ട് ഭർത്താക്കന്മാർ ആണ് ആ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലിടുക. ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. അവർ നിങ്ങളുടെ മീക്ക് ആൻഡ് സ്പിരിറ്റ്, സൗമ്യത എന്ന് പറഞ്ഞാൽ ഭർത്താവ് കള്ളും കുടിച്ച് വന്ന് എന്നെ തല്ലുമ്പം ഞാൻ മിണ്ടാതെ നിൽക്കണം എന്നാണോ സാറ് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് കള്ളു കുടിച്ചു വന്ന് അടിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത്. സൗമ്യതയോടെയും സാവധാനത്തോടെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു
സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവസന്നിധിയിൽ ദൈവവുമായിട്ട് ഇതിനകത്ത് എഴുതിയേക്കുന്ന ദൈവസന്നിധിയിൽ വിലയേറിയതാവുന്നു, അക്ഷയഭൂഷമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ബട്ട് ലെറ്റ് ഇറ്റ് ബി ദ ഹിഡൻ മാൻ ഓഫ് ഹാർട്ട് ഇൻ ദാറ്റ് വിച്ച് ഈസ് നോട്ട് കറപ്റ്റബിൾ, ഈവൻ ദ ഓർണമെൻറ്റ് ഓഫ് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ഓഫ് ഗ്രേറ്റ് പ്രൈസ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയ കാര്യമാണ് നിങ്ങളുടെ സൗമ്യതയും സാവധാനതയും ഉള്ള മനസ്സ്. അങ്ങനെയുള്ള മനസ്സിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോഴേ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നുകൊണ്ട് അവരെ ഭയത്തോടെ നിങ്ങളുടെ നടപ്പ് കണ്ടിട്ട് അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു വരും. കാരണം രണ്ട് രീതിയിലാണല്ലോ, ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞതാണ്, ഒരിക്കലും ഇണയില്ലാ പിണ കൂടരുത്, വിശ്വാസികളുമായിട്ടല്ലാതെ ഇണയില്ലാ പിണ കൂടരുത്. അതായത് അവിടെ ഒരു സ്പിരിറ്റിൻ്റെ ഒരു കോഞ്ചുഗേഷൻ അവിടെ വരുന്നുണ്ട്. പിശാചും ദൈവവും തമ്മിൽ ഒരിക്കലും ഫെലോഷിപ്പ് ഇല്ലല്ലോ എന്ന് പറയുന്ന പോലെ വേറൊരു ദൈവത്തിലെ അല്ലെങ്കിൽ വേറൊരാളിനെ വർഷിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പിശാചിനെ വർഷിപ്പ് ചെയ്യുന്ന ഒരാളും ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്ന ഒരാളോട് ഒരുമിച്ച് ഒരു ആത്മാ മനസ്സ് ശരീര ബന്ധങ്ങൾ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അന്നേരം അവിടെയൊക്കെയാണ് തക്ക തുണയൊന്നും ആകത്തില്ല. അതൊക്കെ ഇണ താൽക്കാലിക ഭോഗത്തിന് വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നതിനപ്പുറമായിട്ട് വേറൊന്നും നടക്കത്തില്ല. മനുഷ്യനെ അങ്ങനെയല്ല, അതിനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഉത്തരവാദിത്വം ഭാര്യയ്ക്കുണ്ട്. വചനം കൂട്ടിയും ചെയ്യാം, വചനം കൂടാതെയും ചെയ്യാം. ഇവിടെ വചനം കൂടാതെ ചെയ്യും എത്ര കുഴപ്പമുള്ള ഭർത്താവിനെയും നേരെയാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇന്ന് ചില ഭർത്താക്കന്മാർ തെറ്റിപ്പോകുന്നതിൻ്റെ ഉത്തരവാദിത്വം ചിലപ്പം ഭാര്യമാർക്കാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ റീസണും ഇത് തന്നെ എടുത്തുക, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും, നമുക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പർപ്പസ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യ ഒരിക്കലും അവരുടെ കുടുംബജീവിതത്തിലെ പിശാചൊരു തടസ്സം ഇടാനായിട്ട് സമ്മതിക്കത്തില്ല. അവരെ ദൈവം കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഏഴാമത്തെ പോയിൻ്റ്, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ബി ഹർ ഹസ്ബൻഡ്സ് ക്രൗൺ. ഭർത്താവിൻ്റെ കിരീടമാണ് ഭാര്യ. ഭർത്താവിൻ്റെ കിരീടമാണ് ഭാര്യ. ഭർത്താവിൻ്റെ തല പൊങ്ങിയിരുന്നാൽ അതിന് മേളിയിരിക്കുന്ന കിരീടം എല്ലാവരും കാണത്തില്ലേ? എല്ലാവരും കാണും. സദൃശവാക്യം 12:4 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം. എ വിർച്വസ് വുമൺ ഈസ് എ ക്രൗൺ ടു ഹർ ഹസ്ബൻഡ്. അതിൻ്റെ ഓപ്പോസിറ്റും അതിനോട് തന്നെ എഴുതിയിട്ടുണ്ട്, ബട്ട് ഷീ ദാറ്റ് മേക്ക് അഷെയിംഡ് ഈസ് എ റോട്ടൺനെസ് ഇൻ ഹിസ് ബോൺ. നാണം കെട്ടോളോ അവൻ്റെ അസ്ഥികൾക്ക് ദ്രവത്വം. ഈ സാമർഥ്യം എന്ന് പറയുന്നത്, സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടുമുള്ള വില മുത്തുകൾ വരും. സാമർഥ്യമുള്ള സ്ത്രീയെക്കുറിച്ച് സദൃശവാക്യത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞാണ്, നിങ്ങൾ സദൃശവാക്യത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ ആ സദൃശവാക്യം എൻഡ് ചെയ്യുന്നത് തന്നെ സാമർഥ്യമുള്ള ഭാര്യയെക്കുറിച്ച് പറഞ്ഞ് എൻഡ് ചെയ്യാണ്. അതിനകത്ത് അവസാനം പറയുന്നുണ്ട്, യഹോഭക്തിയുള്ള സ്ത്രീ അവൾ പ്രശംസിക്കപ്പെടുമെന്ന്. അന്നേരം യഹോഭക്തിയും സാമർഥ്യവും തമ്മിൽ ഇത്തിരി ബന്ധമുണ്ട്. അതുകൊണ്ട് സാമർഥ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പർപ്പസിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഭർത്താവിനൊരു കിരീടമാണ്. ഭർത്താവ് ഭാര്യയുടെ ഹെഡാണെന്നെങ്കിൽ ആ ഹെഡിൻ്റെ മേളിലിരിക്കുന്ന കിരീടമാണ് സ്ത്രീ. അതിൽ ആരാ വലിയൊരു അല്ലേ? ഭർത്താവിൻ്റെ തലയിലെ മേളിൽ ഇരിക്കുന്ന കിരീടമാണ്. അതിന് ആ ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. ബി എ ഹസ്ബൻഡ്സ് ക്രൗൺ. ഹസ്ബൻഡിൻ്റെ കാലിൻ്റെ കീഴിൽ കിടന്ന് ചവിട്ട് കൊള്ളുന്നതല്ല സ്ത്രീയുടെ ഉത്തരവാദിത്വം. ഹസ്ബൻഡിൻ്റെ ക്രൗണായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഹസ്ബൻഡിൻ്റെ ക്രൗണായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് എപ്പോഴും താല്പര്യപ്പെടും, എൻ്റെ ക്രൗൺ എടുത്ത് എൻ്റെ തലയിൽ വെക്കണം എന്ന് പറഞ്ഞാൽ ഒരു രാജകീയമായിട്ടുള്ളൊരു കാര്യമാണത് ക്രൗൺ എന്ന് പറയുന്നത്. സാധാരണ ഉള്ളൊരു ക്രൗൺ ഉപയോഗിക്കത്തില്ലല്ലോ, രാജാവല്ലേ സാധാരണ ക്രൗണൊക്കെ ഉപയോഗിക്കുന്നത്. അതൊരു രാജകീയമായൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടും കൂടി, ഭാര്യയും ഭർത്താവും ഉണ്ടെങ്കിലേ അവിടെ ഒരു കംപ്ലീറ്റ്നെസ് ഉള്ളൂ. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ ഒരു സന്തോഷമുള്ളൂ, അവിടെ ഒരു ആനന്ദമുള്ളൂ. അത് ഭയങ്കര ഒരു ഇൻറ്റിമേറ്റായിട്ടൊരു റിലേഷൻഷിപ്പാണ്. അതിന് പ്രത്യേകിച്ചൊന്നും വേറൊന്നും നമുക്കതിന് പകരം വെക്കാനായിട്ട് പറ്റുകയില്ല.
ഒരു സ്റ്റെപ്പിനി ടയർ അതിന് പകരം നമ്മളൊരു ടയർ പഞ്ചറായാൽ വേറൊരു ടയർ സ്റ്റെപ്പിനി എടുത്ത് വെക്കുമെന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് 7 കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2-3 എപ്പിസോഡായിട്ട് പറയുകയാണ്. 7 കാര്യങ്ങളാണ് പറഞ്ഞത്. സ്യൂട്ടബിൾ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ് തുടങ്ങി. സ്യൂട്ടബിൾ പാർട്ട്ണറായിരിക്കണം. 2ാമത് ഭർത്താവിനെ ബഹുമാനിക്കണം. 3ാമത് ഭർത്താവിനെ സ്നേഹിക്കണം. 4 ഭർത്താവിന് ത്വത്തിന് കീഴടങ്ങിയിരിക്കണം. 5ാമത് ഭവനം പണിയണം. 6ാമത് പുരുഷൻ്റെ ലൈഫിനെ തന്നെ, അവൻ്റെ ക്യാരക്ടറെ തന്നെ ചേഞ്ച് ചെയ്യാം. 7ാമത് ബി ഹർ ഹസ്ബൻഡ്സ് ക്രൗൺ, ഹസ്ബൻഡിൻ്റെ ഭർത്താവിൻ്റെ ക്രൗൺ ആയിരിക്കുക. എന്തോ റെസ്പോൺസിബിലിറ്റീസാണ്, എന്തോ റോൾസാണ് ഭാര്യയ്ക്കുള്ളത്. ഇവിടെ നമ്മൾ കാണാൻ ഈ റോൾസിൽ നിന്ന് ഏതെങ്കിലും ഫെയിലായി വരുമ്പോൾ ആണ് അവിടെ ഫാമിലി ലൈഫിലൊരു ഡീഗ്രഡേഷൻ വരുന്നത്. ഭർത്താവിൻ്റെ റോള് നേരത്തെ ഞാൻ പറഞ്ഞു. ഈ റോൾസിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഡീഗ്രഡേഷൻ വരുമ്പോഴാണ് കുടുംബജീവിതത്തിലെ തകർച്ച വരുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പിശാച് അത് നോക്കിയിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിലിരിപ്പ് ഒത്തിരി ഉണ്ട്. നേരത്തെ പറഞ്ഞതിൽ പല കാര്യങ്ങൾ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അവിടെയൊക്കെ തകർക്കാം. ഈ പറഞ്ഞതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചാൽ അവിടെ എല്ലാം തകർച്ച വരും. ദൈവത്തിൻ്റെ വചനത്തിലെ മാറ്റമില്ലാത്ത വചനം ലിഖിതമായി എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നു ഇത് ഏറ്റവും നിങ്ങൾക്കൊക്കെ അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇത് തീർച്ചയായും നല്ലൊരു എനർജിക്കായിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ നേർസായിട്ട് അതിനെ ബലപ്പെടുത്തുന്ന ഒന്നായിട്ട് ഇതിരിക്കുക. ഇത് നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനപ്പുറമായിട്ട് പല ചിന്തകൾ കാണുമായിരിക്കും ബൈബിളിൽ. എന്നാൽ ഇതിന് പ്രധാനപ്പെട്ട ചിന്തകൾ ഞാനിതിനകത്ത് കവർ ചെയ്തു. 2 പേരുടെ റോള്, ഹസ്ബൻഡിൻ്റെ റോളിലും വൈഫിൻ്റെ റോളിലും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇത് ഞാൻ പറയുന്നത് 25 തൊട്ട് 35 വയസ്സ് വരെ പ്രായമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കണം. നിങ്ങളുടെ റോൾസ് എന്താണെന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഈ റോൾസിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുമ്പോഴാണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. ഇനിയും ഇതുമായിട്ട് ചേർന്നിട്ട് ഈ ഫണ്ടമെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ചില ഫണ്ടമെൻ്റലായിട്ടുള്ള ഡോക്ട്രിൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതൊക്കെ എന്ന് പറയാൻ അവർ ഡ്യൂട്ടീസാണ്. നമ്മളിപ്പം പറഞ്ഞത് നമ്മുടെ ഡ്യൂട്ടീസാണ്. ഈ ഡ്യൂട്ടീസൊക്കെ തന്നെ ചില ഡോക്ട്രിൻസ്, ചില ഉപദേശങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഡ്യൂട്ടീസൊക്കെ വരുന്നത്. അത് നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ചിന്തകളൊക്കെ നമുക്ക് പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കർത്താവെ, ദൈവത്തിൻ്റെ വചനം ഹൃദയങ്ങളിലെ, കർത്താവെ, കുടുംബങ്ങളിലെ ബലപ്പെടുത്തട്ടെ. അതിൻ്റെ ബേസ്മെൻറ്റ് ബലപ്പെട്ട് കർത്താവെ അതിൽ പണിയുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള കർത്താവെ വിള്ളലുകൾ മാറുവാനും, സ്നേഹത്തോടെ വർത്തിക്കുവാനും, സ്നേഹത്തോടെ ജീവിപ്പാനും, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ഡിസ്കഷനും അവരുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കർത്താവെ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാനായിട്ടും ഒക്കെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമേ. എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ കർത്താവെ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഡൈവേഴ്സിൻ്റെയൊക്കെ ഇഷ്യൂസിലോ അല്ലെങ്കിൽ അന്യോന്യം സംസാരിക്കാതെയോ അല്ലെങ്കിൽ പ്രയാസത്തിലോ ഒക്കെ ഇരിക്കുന്ന ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് കർത്താവെ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് എഴുതി തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇത് പലർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പലരും ഇത് കേൾക്കുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യട്ടെ. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.